ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ചുള്ള വീഡിയോസ് ആയിരുന്നു ചെയ്തത്. പക്ഷേ നമ്മൾ കുറേ നാളുകളായിട്ട് വീഡിയോസ് ചെയ്യുന്നില്ല. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ എല്ലാ നാട്ടിലും ഇപ്പോൾ തൊഴിലുറപ്പ് പ്രവൃത്തികളൊക്കെ ഏറ്റെടുക്കുന്നതിൽ കുറേ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള പദ്ധതി തന്നെ അവസാനിപ്പിക്കാനുള്ള ഈ മാസം 31 അവസാനിപ്പിക്കും. പിന്നെ പുതിയ പദ്ധതിയാണ്. പുതിയ പദ്ധതി എന്നതിലുപരിയിൽ പുതിയ ഫണ്ടിങ് രീതിയൊക്കെയാണ് ഉള്ളത്. നിലവിൽ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാർ എന്നുള്ള ഫണ്ടിൻ്റെ ഘടന തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നിലവിൽ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ ഇത് ദോഷകരമായിട്ട് ബാധിക്കും. അതേപോലെ തന്നെ അതിൽ പറയുന്ന ഒരു നോംസാണ്, അതായത് നിലവിൽ കേന്ദ്രം നിർദ്ദേശിക്കുന്ന തൊഴിൽ ദിനത്തിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 100% ഫണ്ടും അതായത് സംസ്ഥാന സർക്കാർ എടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി തന്നെ എന്താ പറയുക, ഈ കേരളം പോലെ കേന്ദ്രം എന്താ പറയുക രാഷ്ട്രീയപരമായ വിയോജിപ്പുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ അതും ദോഷകരമായിട്ട് ബാധിക്കും. അതായത് അവരുടെ രാഷ്ട്രീയപരമായിട്ട് മുൻഗണന കൊടുക്കുക അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കായിരിക്കും. അപ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് ദോഷകരമായിട്ട് ബാധിക്കും എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. അതേപോലെ നമ്മളെ തൊഴിലുറപ്പ് പ്രവൃത്തികൾ പുതിയ പദ്ധതികൾ വന്നതിൽ മണ്ണ് ജല സംരക്ഷണ പ്രവൃത്തികളോ അങ്ങനത്തെ പ്രവൃത്തികളൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല. അതും ഇത് ഒരു ദോഷകരമാണ്. നിലവിൽ അൺസ്കിൽഡ് വേജസ്, അതായത് 35 വയസ്സിൻ്റെ കൂടുതലുള്ള സ്ത്രീകളാണ് കൂടുതലായിട്ടും ഈ തൊഴിലുറപ്പ് പദ്ധതി ആശ്രയിക്കുന്നത്. അതായത് ശാരീരികമായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ കഷ്ടത നേരിടുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇത് കൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ വലിയ സ്കിൽഡ് ലേബേഴ്സ് എടുക്കുന്ന പോലത്തെ പ്രവൃത്തികൾ ഏറ്റെടുക്കാനോ അത് ചെയ്യാനോ സാധിക്കാത്ത സ്ത്രീകളായിരിക്കും ഭൂരിപക്ഷം പേരും. എന്നാൽ ചുരുക്കം പേർക്ക് മാത്രമേ അങ്ങനത്തെ വർക്കുകളൊക്കെ ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്താ പറയുക, ഇതിൻ്റെ സ്കീമിൻ്റെ തന്നെ എന്താ പറയുക, ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച്. അത് നിലവിൽ കേരളത്തിൽ ആയാൽ പോലും 60% മുകളിൽ ഇപ്പോഴും, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ഇതിൽ ഊന്നിക്കൊണ്ടാണ് നടക്കുന്നത്. അതായത് അവരുടെ എന്താ പറയുക മക്കളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മാത്രം ഈ പണം ഉപയോഗിച്ച് ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് പദ്ധതി, ഞാൻ അറിയുന്ന കുറച്ച് ആളുകൾ തന്നെ അവർക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതിൻ്റെ കൂലി കിട്ടിയിട്ടാണ് മറ്റു ഹോസ്പിറ്റലും മറ്റു ആവശ്യങ്ങൾക്കും അവർ കൂലി വന്നതിന് ശേഷം മാത്രമാണ് പോകുന്നത്. അപ്പോൾ ഈ പദ്ധതി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പദ്ധതിയിൽ നിന്ന് നിലവിൽ എന്താ പറയുക കേന്ദ്രം തീരുമാനിച്ച പോലെ തന്നെ പദ്ധതി ഇല്ലാണ്ടാവും. കേന്ദ്രം നിലവിൽ കുറേ നാളുകളായിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നിലവിൽ ചെയ്തിരുന്നു. അപ്പോൾ അവസാനത്തെ കാര്യമാണ് ഇപ്പം ഫണ്ടിങ് ഘടനയിൽ മാറ്റം വരുത്തുകയും അതേമാതിരി തന്നെ ഓരോരോ സംസ്ഥാനങ്ങൾക്കുള്ള ഭൂപ്രകൃതി വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രവൃത്തികളൊന്നും നൽകാതെ നിലവിൽ അവർ പറയുന്ന പ്രവൃത്തികൾ മാത്രം ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ചുള്ള പ്രവൃത്തികളൊന്നും നൽകിയിട്ടില്ലെങ്കിൽ അതേപോലെ തന്നെ എന്താ പറയുക വേറെ കുറേ സ്കിൽഡ് ലേബേഴ്സിന് കൂടുതൽ ചെയ്യാനുള്ള പ്രവൃത്തികളൊക്കെ നടത്തിയാൽ തന്നെ നമ്മളെ തൊഴിലാളികൾക്കൊക്കെ അത് ഏറെ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് അതാത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് വീഡിയോയിലൂടെ പറയാനുള്ളത്. നിലവിൽ പ്രവൃത്തികൾ തീരുമാനിക്കാനുള്ള അധികാരം അതാത് സംസ്ഥാനങ്ങൾക്ക് നൽകിയാൽ മാത്രമേ ഈ പദ്ധതി മുന്നോട്ട് പോവുള്ളൂ. അതേപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തൊഴിലുറപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ കാർഷിക വിളകളുടെ കാര്യത്തിലൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകിയാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ എന്താ പറയുക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതോടുകൂടി തന്നെ നമ്മളെ എല്ലാവർക്കും അതിനനുസരിച്ചുള്ള ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തെങ്ങ് തുറക്കൽ പോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടും അതേമാതിരി നിലവിലുള്ള എന്താ പറയുക കർഷകരൊക്കെ കൂടുതലാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമുക്ക് പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. പിന്നെ ഇതിൻ്റെ മെജോറിറ്റി എന്താ പറയുക തൊഴിലാളികളാണെങ്കിൽ പോലും കുറേ ആൾക്കാർ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന തൊഴിലുറപ്പ് ഓഫീസിലെ ജീവനക്കാരുണ്ട്. അപ്പോൾ അവരെ നിലവിൽ എന്താ പറയുക താൽക്കാലിക ജീവനക്കാർ, അതായത് എഗ്രിമെൻ്റ് വ്യവസ്ഥയിൽ നിയമിച്ച ജീവനക്കാർ, അവരെ നിലവിൽ അവർക്കൊരു ജോലിക്ക് ഒരു ഉറപ്പുമില്ലാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. അതിൽ 1 വർഷം മുതൽ 18 വർഷം വരെ 15 വർഷത്തിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ വരെ ജീവനക്കാർ വരെ അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ എന്താ പറയുക ഒരു നല്ല സമയം, അതായത് ഏറ്റവും നല്ല സമയം തൊഴിലുറപ്പ് ഓഫീസിൽ ജീവനക്കാരനായി ജോലിയിലേക്ക് പ്രവേശിക്കുകയും അത് 15 വർഷം 16 വർഷത്തോളം അവിടെ ജോലി ചെയ്യുകയും അതിന് ശേഷം ഒറ്റ അറിയിപ്പ് ഒന്നുമില്ലാതെ ഒരു പദ്ധതി നിർത്തലാക്കി അപ്പോൾ
പാറ്റേണിലൊക്കെ മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന രീതിയിലേക്ക് അവരെ ഒഴിവാക്കാനുള്ള നിലവിലെ ഓർഡറുകൾ പ്രകാരം 6 മാസത്തേക്കാണ് ഇപ്പോൾ നിലവിൽ പുതിയ പദ്ധതി വരുമ്പോൾ പഴയ പദ്ധതി ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ നിലവിൽ സ്റ്റാഫുകളെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഓർഡറിൽ പറയുന്നത്, ഉത്തരവിൽ പറയുന്നത്. അപ്പം അത് ശരിക്കും എന്താ പറയുക, തൊഴിലാളികൾ ജീവനക്കാർ മിഷൻ്റെ ഒക്കെ കാത്തുനിന്ന് മിഷൻ എന്ന് നൽകിയിരിക്കുന്നത് 3 മാസത്തേക്ക് പുതുക്കി കൊടുക്കുന്നുള്ള കത്തൊക്കെയാണ് നൽകിയതെന്ന് പറയുന്നു. പക്ഷേ അതൊക്കെ എന്താ പറയുക, ഈ സ്റ്റാഫിനെ ഒന്നും അല്ലാതാക്കി തീർക്കുകയാണ് ഈ ചെയ്യുന്നത്. അതായത് നല്ലൊരു സമയത്ത് ഈ ഓഫീസിൽ വന്ന് വർക്ക് ചെയ്തിട്ട് ഒറ്റയടിക്ക് ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അത് അനുഭവിച്ചാലേ അറിയുള്ളൂ. അപ്പോൾ നിലവിലെ PSCയും ബാക്കി കാര്യങ്ങളും നോക്കിക്കൂടായോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. പക്ഷേ ഈ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ഒരു PSCയോ ഒരു കാര്യവും നോക്കാൻ ഡെയിലി പ്രഷർ, എന്താ പറയുക, വർക്ക് പ്രഷർ, അതായത് തൊഴിൽ ദിനം, എന്താ പറയുക, ഡെയിലി NMS ആപ്പ് നിങ്ങൾക്കറിയാലോ. NMS ആപ്പ് തന്നെ ഇപ്പം ഈ അടുത്ത് വന്നൊരു NMS ആപ്പ്, അതിൽ മാസത്തിലൊരു 3-4 അപ്ഡേഷൻ ഉണ്ടാകും. ഈ 3-4 അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കും. തൊഴിലാളികൾ നേരെ എന്താ പറയുക പഞ്ചായത്ത് ജീവനക്കാരെ വിളിക്കുക. പഞ്ചായത്ത് ബ്ലോക്കിലേക്ക് ജില്ലയിലേക്ക് ബന്ധപ്പെടുമ്പോൾ അവർക്ക് മറുപടി ഒന്നുമില്ല. ഇത് ഈ തൊഴിലാളികളാണ് ചെയ്യുന്നത്, മാറ്റുമാരാണ് ചെയ്യുന്നത്. അപ്പം മാറ്റുമാർ ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് അവർക്ക് അറിയില്ല, ജില്ലയിലിരിക്കുന്നവർ അവർക്കും അറിയില്ല, അവർ ചെയ്യുന്നില്ല, ഡെയിലി ഈ സാധനം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അവർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്റ്റാഫാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ PSCയോ മറ്റു കാര്യങ്ങളോ നോക്കാൻ ഈ ജോലിയിൽ നിന്നുകൊണ്ട് ഒരിക്കലും സാധിക്കില്ല. അത്രയും വർക്ക് പ്രഷർ ഉണ്ട്, അല്ലാത്ത കുറേ പ്രശ്നങ്ങളും ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ. പല കാര്യത്തിലായിപ്പോൾ എന്താ പറയുക, ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ തന്നെ ആ പ്രവൃത്തിയുടെ പരാതിക്കാരുണ്ടാവും. ഇപ്പോൾ ഒരു മണ്ണ് ജലം എടുക്കുക തന്നെ, മണ്ണ് ജലം അവിടെ എന്താ പറയുക താഴ്ച കൂടുതലാണ്, അപ്പോൾ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ ഞങ്ങളെ കാല് പൊട്ടും, അങ്ങനെ പല പരാതികളും ഡെയിലി നിരന്തര പരാതികളും. അതിൻ്റെ ഇടയിൽ PSCക്ക് പഠിച്ച് ജയിക്കാനൊക്കെ ഉള്ള അങ്ങനെയുള്ളവരുണ്ടാവും, ഇല്ലാത്തവരൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും ബുദ്ധിമുട്ടായിരിക്കും പ്രഷറിൻ്റെ ഇടയിലൊക്കെ ജയിക്കാൻ. അപ്പോൾ നല്ലൊരു പ്രായം ഇവിടെ കൊണ്ടുപോയി കളഞ്ഞവരാണ്. അപ്പോൾ അവരെയും കൂടി നിങ്ങൾ എന്ത് ഉത്തരവുകൾ ഇറക്കുകയാണെങ്കിൽ അവരെയും കൂടി ഒന്ന് പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുക. തൊഴിലാളികൾക്ക് നിങ്ങൾ പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ ജീവനക്കാർക്കുള്ള പ്രാധാന്യം നൽകണം എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോ കാണുന്ന പലരും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിലവിലെ തൊഴിലുറപ്പ് പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ട് VVG റാംജി എന്ന പദ്ധതി ിക്കുമ്പോൾ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്നത്, അതേപോലെ ജീവനക്കാരെ പിരിച്ചുവിടാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ ഈ പുതിയ ഗവൺമെൻറ്റിന് സാധിക്കട്ടെ. അത് എന്താ പറയുക, എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ ഒഴിവാക്കിയ 1-2 വർഷക്കാരെ ഒഴിവാക്കിയാലും അതിൽ കൂടുതൽ 10 മുതൽ 16 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ളപോലെ പിരിച്ചു വിടാതെ അവരെ നിലനിർത്തിക്കൊണ്ട് പല രാജസ്ഥാൻ, മിസോറാം എന്നുള്ള ഗവൺമെൻറ്റുകളൊക്കെ ചെയ്ത മാതിരിയുള്ള കാര്യങ്ങൾ ഓർഡറുകൾ ഇറക്കിക്കൊണ്ട് നിലവിൽ അവരെ ഒരിക്കലും എന്താ പറയുക, ഇത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഭൂരിപക്ഷം പേരെയും ഒന്നും പിരിച്ചുവിടാതെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു അപേക്ഷയും കൂടി ഇതിൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുകയാണ്. അപ്പോൾ നിലവിൽ തൊഴിലുറപ്പിൻ്റെ വീഡിയോ ഇനി എത്രത്തോളം ചെയ്യുന്ന അറിയില്ല. ഈ സാധനം നിന്ന് പോകും എന്ന് നമ്മൾ ഇറക്കി വിടുന്ന ഒരു പ്രതീക്ഷയില്ലാതെ ഇവിടെ പിടിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേറെ ജോലിയോ വേറെ വരുമാനമോ കിട്ടാനും എന്താ പറയുക, ഒരു ബാക്കപ്പ് എല്ലാ ജീവനക്കാരും കണ്ടുവെക്കുമെന്നുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ജീവനക്കാരുണ്ടെങ്കിൽ അവർ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി ചെയ്യണം എന്നുള്ള ഒരു അപേക്ഷയും കൂടി ഞാൻ തൊഴിലുറപ്പ് ജീവനക്കാർക്ക് നൽകുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.